അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിലെ 4-ാമത്തെ ദിക്റിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ ദിക്റും അതിൻ്റെ ശേഷമുള്ള 4 ദിക്റും ചില മഹാന്മാർ ഹദ്ദാദ് റാത്തീബിലെ ദിക്റുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ദിക്ർ എന്നൊക്കെ അഭിപ്രായപ്പെട്ടതായി കാണാൻ കഴിയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഈ ദിക്റും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ആ ദിക്റും അതിൻ്റെ ശേഷമുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം ഈ ദിക്റും, അതുപോലെ റബ്ബന ഗഫിർ ലനാ വതുബ് അലൈന എന്ന് തുടങ്ങുന്ന ആ ദിക്റും അതിൻ്റെ ശേഷം ചൊല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് തുടങ്ങുന്ന ആ ദിക്റും, ഇതിനെക്കുറിച്ച് ചില മഹാന്മാർ പറഞ്ഞത് ഇപ്രകാരമാണ്. ഈ ദിക്റുകൾ തഹ്ലീലിൻ്റെ ഏറ്റവും ഉത്തമമായ ഇനങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തസ്ബീഹിൻ്റെ ഏറ്റവും ഉത്തമമായ ഇനങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇസ്തിഗ്ഫാറിൻ്റെ ചെറിയ രൂപത്തിലുള്ള എല്ലാ ഇനങ്ങളെയും ഇത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില മഹാന്മാർ ഈ 5 ദിക്റുകളെയും കുറിച്ച് പറയുന്നത് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ദിക്റുകളാണ് ഈ 5 ദിക്റുകളും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു വിശ്വാസി ഈ ദിക്റുകൾ പതിവാക്കണം, മുറുകെ പിടിക്കണം. അതവൻ്റെ ജീവിതചര്യയുടെ ഭാഗമായി അവൻ ഏറ്റെടുക്കണം. ഏതെങ്കിലും ഒരു ദിവസം വയഅ്സഫു അലൈഹ ഇൻ ഫാത്തതുഹു, ഏതെങ്കിലും ഒരു ദിവസം ഈ 5ൽപ്പെട്ട ഏതെങ്കിലും ഒരു ദിക്ർ ഒരാൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ അവന് ദുഃഖം ഉണ്ടാകണം, അവന് ഖേദം ഉണ്ടാകണം. കാരണം അത്രയും വലിയ ഒരു നന്മയാണ്, ഒരു സുഹൃതമാണ് അവന് നഷ്ടപ്പെട്ടു പോയത്. ഈ ദിക്റുകളെക്കുറിച്ച് ചില മഹാന്മാർ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എത്ര വലിയൊരു കാര്യമാണ് ഈ സമുദായത്തിന് ചെയ്തു തന്നിട്ടുള്ളത്. ഹദീസുകളിൽ നിന്ന് ഏറ്റവും ഉത്തമമായ ദിക്റുകൾ കണ്ടെത്തുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ പ്രയാസകരമായിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഹദ്ദാദ് റാത്തീബ് അതുപോലെ പകർത്തിയാൽ മതി, പ്രാവർത്തികമാക്കിയാൽ മതി. എല്ലാ ഗുണങ്ങളും അതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ 5ൽപ്പെട്ട ഓരോ ദിക്റുകളെയും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ചുരുങ്ങിയത് 100 പ്രാവശ്യമെങ്കിലും ചൊല്ലണമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയാണ്. കാരണം എന്താ? അവൻ്റെ ആ ദിവസത്തിലെ എല്ലാറ്റിനുമുള്ള പരിഹാരം ഈ ദിക്റിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, പകലിൻ്റെ തുടക്കത്തിൽ, ഒരു ദിവസത്തിൻ്റെ പകലിൻ്റെ തുടക്കത്തിൽ ഇത് ചൊല്ലണം. രാത്രി വരെ അവന് സംരക്ഷണം കിട്ടാനും വേണ്ടി. അതുപോലെ രാത്രിയിലും ചൊല്ലണം, നേരം വെളുക്കുന്നത് വരെ സംരക്ഷണം കിട്ടാനും വേണ്ടി. എന്നിട്ട് ചില മഹാന്മാർ പറയുന്നത്, ഒരു മനുഷ്യന് ഇത് ചൊല്ലാനും പതിവാക്കാനും തൗഫീഖ് ലഭിക്കുകയാണെങ്കിൽ അവൻ്റെ നന്മയുടെ ഏടിൽ ഇത് രേഖപ്പെടുത്തപ്പെടുകയാണ് എങ്കിൽ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ ബറക്കത്തും ഐശ്വര്യവും ഈ മനുഷ്യന് ലഭിക്കുന്നതാണ്. അവനിൽ നിന്ന് ഹലാക്കുകളെ, മോശമായ കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നതാണ്. അവൻ്റെ നന്മകൾക്ക് തിന്മകളെ ഓവർടേക്ക് ചെയ്യാനുള്ള ശേഷി, പവർ ഉണ്ടായിത്തീരും എന്നൊക്കെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി കാണാം.
ഈ ദിക്റുകളെയാണ്, ഈ 5 ദിക്റുകളെയാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളതൊക്കെ പതിവാക്കണം, പ്രാവർത്തികമാക്കണം. അതിലൂടെ ദുന്യവിയും ഉഖ്റവിയുമായ ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.